അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട്, പഠിച്ചാൽ മാത്രമേ നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടുള്ളൂ എന്ന്. അങ്ങനെ കുറേ കാലം സ്കൂളിലും അത് കഴിഞ്ഞ് ഡിഗ്രിക്കും പിന്നെ 2 വർഷം BEd ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ വെറുതെ ഇരിക്കുകയാണ്. വെറുതെ ഇരിക്കാന്ന് പറഞ്ഞാൽ അറിയാലോ, അമ്മമാരുള്ളിടത്തോളം നമ്മൾക്ക് വീട്ടിൽ വെറുതെ ഇപ്പോഴത്തെ ഓരോ ദിവസവും വലിയൊരു ഉത്സവം കഴിഞ്ഞിട്ടുള്ള ഉത്സവ പറമ്പ് പോലെ. ഒരു ബഹളവും ഇല്ല, ഒരു തിരക്കും ഇല്ല, ഒരു ഉത്തരവാദിത്തങ്ങളും ഇല്ലാതെ. BEd പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ന് രാത്രി ഉറങ്ങാനോ പോലും സമയം ഉണ്ടായിരുന്നില്ല. രാവിലെ ആണെങ്കിൽ അതിരാവിലെ എണീക്കും. എപ്പോഴും എന്തെങ്കിലും എഴുതാനോ ചെയ്യാനോ ഉണ്ടാക്കാനോ ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് നല്ലൊരു കാലമായിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ രാവിലെ തന്നെ എണീച്ച്, രാവിലെയല്ല 7 മണിയായി, എൻ്റെ രാവിലെ തന്നെ എണീച്ച് കിടന്ന് കിടക്കിയൊക്കെ ഒന്ന് മടക്കി വെച്ചു. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ കിടന്ന് കിടക്ക മടക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അന്ന് ആ ദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു ഊർജ്ജം കിട്ടും. അങ്ങനെ എല്ലാം മടക്കി വെച്ച് കഴിഞ്ഞ് പോയി പല്ല് തേച്ച് തിരിച്ചു വന്നു. എന്നാൽ പിന്നെ ചായ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് അമ്മ പറഞ്ഞത്, അലീനെ വേഗം പുട്ടിന് കുഴക്കി, പുട്ടുണ്ടാക്കണം. അങ്ങനെ പുട്ടുപൊടി നനച്ച് വെക്കാൻ വേണ്ടി എടുത്തപ്പം എന്നത്തെയും പോലെ തന്നെ വെള്ളം കൂടിപ്പോയി. പിന്നെ കുറച്ച് പൊടിയും കൂടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. എന്നാലും പൊടീൻ്റെ അളവ് കൂടുതലല്ലേ, ബാക്കി ഫ്രിഡ്ജിൽ വെച്ചു. 4 ആൾക്ക് പൊടി കുഴയ്ക്കാൻ പറഞ്ഞ അമ്മ 10 ആളുടെ പൊടി കണ്ട് അതിശയിച്ച് നിൽക്കുക ചെയ്തത്. അത് കഴിഞ്ഞ് പുട്ടിന് നിങ്ങളൊക്കെ സാധാരണ എന്താ കൂട്ടാറ്? എനിക്ക് പഴവും പപ്പടമാണ് ഇഷ്ടം. പക്ഷേ ഇവിടെ വയലിൽ ഒരുപാട് പയറുണ്ടായിട്ടുണ്ട്, അതും കുറ്റിപ്പയർ. എല്ലാവരും പറയുന്ന കേൾക്കാം ഈ പയർ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഈ പയറും ഈ പുട്ടുമാണ് ഇന്നത്തെ രാവിലത്തെ പ്രഭാത ഭക്ഷണം. രാവിലെ എണീച്ചാലുള്ള ഒരു പതിവ് പരിപാടിയാണ് എൻ്റെ പൂച്ചക്കുട്ടന്മാരെ നോക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ പറമ്പിലേക്ക് ചെന്നപ്പം ലിയോ എന്നത്തെയും പോലെ തന്നെ സൂര്യ നമസ്കാരത്തിനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെന്നത് ഇപ്പം ഉണ്ടായ കുഞ്ഞുങ്ങളുടെ അടുത്താണ്. ഇപ്പം ഉണ്ടായെന്ന് പറഞ്ഞാൽ 1 മാസമായി. 3 പേരുണ്ട്. അവർക്ക് ഞാൻ ഇതുവരെ പേരിട്ടിട്ടില്ല. അവരുടെ അമ്മേനെ ഞാൻ ചേച്ചി പൂച്ചയെന്നാണ് വിളിക്കുന്നത്. അതിനൊക്കെ ഒരു കഥയുണ്ട് കേട്ടോ. കോവിഡിന്റെ സമയത്ത് ഇവിടെ 20-ലധികം പൂച്ചയുണ്ടായിരുന്നു. പിന്നെ ഏതോ ഒരു സമയത്ത് അറിയാലോ, അടുത്തുള്ളവരൊക്കെ അതിന് വിഷം വെച്ച് കൊന്നു, കുറെ എണ്ണത്തിന് പട്ടിയൊക്കെ പിടിച്ചു. അങ്ങനെ ഇപ്പൊ ആകെ 8 പൂച്ച ഇവിടെയുള്ളൂ. പിന്നെ ഈ കിടക്കുന്നവന്മാരാണ് 2 പേര്, മിയോയും, അതായത് ലിയോയിന്റെ ഒപ്പം ഉണ്ടായതാണ്. പിന്നെ ഈ ലിയോയിന്റെയും മിയോയിന്റെയും അനിയത്തിയാണ് ചുണ്ടാപ്പി. ഞാൻ ഇത്രയും കാലം വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ ചുണ്ടാപ്പി പെൺപൂച്ചയാണ്. ഇപ്പോഴാണ് മനസ്സിലായത്, അല്ല ആൺപൂച്ചയാണ്. ഇപ്പോഴാണ് മനസ്സിലായത് അവളൊരു പെണ്ണാണ്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അടിച്ചു വാരുക, തുടയ്ക്കുക, സാധാരണ നമ്മളെ വീട്ടിലെ പണികളൊക്കെ തന്നെ. അമ്മയ്ക്ക് രാവിലെ അടുക്കളയിലെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള തിരക്കായതുകൊണ്ട് വൃത്തിയാക്കാനൊക്കെ സമയം കിട്ടാറില്ല. എന്നാലും അമ്മ മടുത്തു പോകും. അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും കൂടി കൊടുക്കും. ഇത് അമ്മ കേട്ട അമ്മ എന്നെ അടിച്ചോടിക്കും. അങ്ങനെയൊന്നുമല്ല, അമ്മ ഒരുപാട് ഒച്ചപ്പാടുണ്ടാക്കിയിട്ടാണ് ഞാൻ ഈ പണിക്കൊക്കെ കൂടുന്നത്. ഇന്നത്തെ വീഡിയോ ഒക്കെ എടുത്ത് രാത്രി വരെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത്. പക്ഷെ എൻ്റെ അനിയൻ ഇടയ്ക്ക് എന്നെ വെച്ച് തളർത്തി. നീ ഈ വീഡിയോ ഒക്കെ എടുത്ത് ആര് കാണാനാടി എന്ന് ചോദിച്ചു. ആരംഭത്തിലേ അവൻ എന്നെ തളർത്തി.